So we are moving with cost account, contract costing, which is a topic in applied costing, semester 6, BCom. എന്താണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്? കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് അക്കൗണ്ട് ആദ്യം അറിയണം. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ട് ഇസ് ദ അക്കൗണ്ട് പ്രിപ്പയർഡ് in the contract ledger for each contract to find out the profit or loss from that contract. For example, a company is having more than one contract, 1 or 2, 3 years, so many number of contracts. So ഓരോ കോൺട്രാക്റ്റിലും പ്രോഫിറ്റ് അറിയാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ they have to prepare a contract account. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആണ് ക്യാരി ഓവർ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട്. എല്ലാ എക്സ്പെൻസസ്, മെറ്റീരിയൽസ്, നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ പഠിച്ച കണക്ക് മെറ്റീരിയൽസ്, ലേബർ, ഓവർഹെഡ്സ്, ഈ മൂന്ന് കാര്യം, മെറ്റീരിയൽസ്, ലേബർ, ഓവർഹെഡ്സ്, ഓൾ എക്സ്പെൻസസ് റിലേറ്റഡ് ടു മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്സ്, ഇതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. വി ആർ ഡെബിറ്റിംഗ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ അക്കൗണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ടോട്ടൽ എമൗണ്ട് റിസീവബിൾ ഫ്രം ദ കോൺട്രാക്ട് ഇൻ കേസ് ഓഫ് ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ്. ഇപ്പോൾ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്ട്സിൽ എത്ര എമൗണ്ട് ആണ് കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത്, ആ എമൗണ്ടും, ഓർ വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ് ഇൻ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ആണെങ്കിൽ വർക്ക് സർട്ടിഫൈ ചെയ്തതും വർക്ക് സർട്ടിഫൈ ചെയ്യാത്തതും പോർഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ കോൺട്രാക്ട്. ഇഫ് ഡെബിറ്റ് സൈഡ് എക്സീഡ്സ് ദ ക്രെഡിറ്റ് സൈഡ്, ലോസ് will be coming. That loss should be transferred to the profit and loss account. If credit side exceeds the debit side, it's called profit, and that profit is to be transferred to the profit and loss account. Our financial profit and loss account to transfer ചെയ്യണം. ഇനി fully completed contracts ആണെങ്കിൽ entire profit can be credited to the profit and loss account. ഒരു സംശയമില്ല, fully completed contracts ആണ്. ആ സാമ്പത്തിക വർഷത്തിൽ, അതായത് ഫിനാൻഷ്യൽ ഇയറിൽ കംപ്ലീറ്റ് ആയ പ്രോജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രോഫിറ്റും നമുക്ക് P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ആണെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഓർ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇസ് ടു ബി കാൽക്കുലേറ്റഡ് ആൻഡ് ദാറ്റ് പ്രോഫിറ്റ് ഇസ് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഗ്രസ് ഓഫ് ദ വർക്ക്. വർക്കിന്റെ പ്രോഗ്രസിനെ ബേസ് ചെയ്ത് നോഷണൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. എവിടെ? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Fully completed contracts. Fully completed contracts means that contract is completed in that year. ആ വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്ത കോൺട്രാക്റ്റ് ആണ്. Entire amount of profit or loss is transferred to profit and loss account. ആ വർഷം കംപ്ലീറ്റ് ചെയ്ത് കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ naturally we can transfer the entire amount to the profit and loss account. Since the contract is completed, entire amount of contract price is credited by debiting the contractee's account. അപ്പോൾ ആ കോൺട്രാക്ട് അക്കൗണ്ടിൽ എൻ്റയർ കോൺട്രാക്ട് എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ആൻഡ് ദ കോൺട്രാക്ടീസ് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ്. ഓൺ റിസീറ്റ് ഓഫ് ദ മണി, പൈസ കിട്ടുമ്പോൾ ദ കോൺട്രാക്ടി അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ആൻഡ് ദ ബാങ്ക് അക്കൗണ്ട് ഓർ ക്യാഷ് അക്കൗണ്ട് വാട്ട് എവർ ഇറ്റ് മേ ബി വിൽ ബി ഡെബിറ്റഡ്. പിന്നെ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കണം. ഹൗ വി ക്യാൻ പ്രിപ്പയർ ദ കോൺട്രാക്ട് അക്കൗണ്ട്, കോൺട്രാക്ടീസ് അക്കൗണ്ട് ഫോർ എ ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്ട്. Some details are there. The contract number is there, XYZ Constructions. Company name is there, contract number. That company will be having more than one contract, so the contract number will be mentioned in each contract. So contract price 9 lakhs ആണ്, 9 ലക്ഷം. Materials 3,50,000. Wages paid 2,50,000. Direct charges 25,000. Establishment charges 20,000. Plant brought 2 lakhs. Stock of materials as on the closing date of financial year 15,000. Contract completed in the year, full amount received from the contractee. Contracted കയ്യിൽ നിന്ന് full amount കിട്ടിയിട്ടുണ്ട്. Contract account prepare ചെയ്യണം, contractee's account prepare ചെയ്യണം, and depreciation is assumed on the plan at 20%. So the contract account looks like this. XYZ construction contract number 220, the contract account for the year ended 31st March 2020. So all the expenses we are debiting in the debit side. There is materials, wages, direct expenses, establishment charges. Apart from that, depreciation on plant at the rate of 20%. Plant in the purchase date ഒന്നും പറയുന്നില്ല, അത് കാരണം നമ്മൾ we are charging 20% directly to the
account. Now the contract is fully completed. So by contract is account, the contract value is done. And end of the year we are having a stock of materials of 15,000. So that is also credited. And here the credit side is in excess of debit side. So it means a profit, and this profit needs to be transferred to the profit and loss account from this contract. So the contract is account will be debited with the contract account with the contract value. And when we receive the payment, it will be shown the bank or something, bank or cash, whatever it may be, it will be shown. Now we'll go for incomplete contracts. Incomplete contracts or partially complete at the end of the financial year. ആ ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ വർഷത്തിൽ കംപ്ലീറ്റ് ആകാത്ത കോൺട്രാക്റ്റാണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ്. ഫുൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട് പ്രൈസ് കനോട്ട് ബി ക്രെഡിറ്റഡ് ടു ദ കോൺട്രാക്ട് അക്കൗണ്ട്. ഈ കേസിൽ ഫുൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട് പ്രൈസ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. Amount of work certified is the main income and is credited in contract account and debited in work in progress account. How much percentage of work is completed as certify ചെയ്യും. Maybe for construction projects, chartered engineers or consultants engineers will be certifying that this much percentage, say 70% is completed, 25% is completed, like that. അവർ certify ചെയ്യും. അപ്പോൾ അത് certify ചെയ്ത പോർഷനിൽ അതാണ് മെയിൻ ഇൻകം. ആ amount, that is work certified, is credited in contract account and debited in work in progress account. Next is cost of work uncertified is also credited in the contract account and debited in the work in progress account. അടുത്തതായിട്ട് value of unused materials in stock, value of plant, etc. are credited in the contract account. Now, all expenses are debited in contract account. Balance of the contract account is known as estimated profit or notional profit. It's not the actual profit, it's an estimated profit or notional profit. Only a portion of the notional profit or estimated profit is credited to the P&L account of a particular year. ഒരു വർഷത്തിന്റെ P&L അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത് only a portion of the notional profit or estimated profit. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നോഷണൽ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ മാത്രമേ എടുക്കുള്ളൂ. The balance of the profit is kept as reserve for the next year to meet the expenses and all. Work in progress and its computation. Any contract work which is only in the process or advancing to completion is known as work in progress. ഏതൊരു കോൺട്രാക്റ്റ് ആണോ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് കംപ്ലീഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് ഷുഡ് ബി വാല്യൂഡ് ആസ് ഓൺ ദ ക്ലോസ് ഡേറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എല്ലാ ഫിനാൻഷ്യൽ ഇയറിന്റെയും ഇയർ എൻഡിങ്ങിന്റെ ഡേറ്റിൽ the work in progress should be valued, should be credited to contract account to find out the profit on contract. ഈ ഓരോ കോൺട്രാക്റ്റിന്റെയും വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്ത് അതാത് കോൺട്രാക്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. സെയിം തിങ്, അത് വർക്ക് ഇൻ പ്രോഗ്രസ് ബാലൻസ് ഷീറ്റിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യണം. വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ്. വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആഡ് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്, രണ്ടും ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുത്തിട്ട് ലെസ് amount kept as reserve, that is how much percentage we are going to keep the reserve. Okay, that will give the value of work in progress. Less amount received from the contractയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ കാശ് അത് കുറയ്ക്കണം. കുറച്ച് കഴിയുമ്പോൾ നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, വി വിൽ അറൈവ് അറ്റ് നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അടുത്തതായിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ്. ഈ അക്കൗണ്ടിനകത്ത് അധികം കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിനകത്ത് ഡെബിറ്റ് സൈഡിൽ ടു ദ കോൺട്രാക്ട് അക്കൗണ്ടിലോട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇവിടെ ഡെബിറ്റ് വരും. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. ഇനി അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ദ കോൺട്രാക്ട് അക്കൗണ്ട്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് കെപ്റ്റ് ആസ് റിസർവ്. ബാലൻസ് പോർഷൻ വരുന്നത് ക്യാരി ഓവർ ചെയ്യും. അതാണ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. പിന്നെ അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ, അതായത് ഫോളോയിങ് റിലേറ്റ് ടു ദ കോൺട്രാക്ട് ആസ് ഓൺ 31st March 2020. Contract price is 10 lakhs. Advance received from the contract is 4,80,000. Work certified is 6 lakhs.
Work uncertified is 1 lakh. Estimated profit of the contract is 3 lakh. Profit transferred from estimated profit to profit and loss account is 1,60,000. Profit kept as reserve for next year is 1,40,000. Work in progress calculate ചെയ്യണം. Work in progress account create ചെയ്യണം. Show how the items will appear in the balance sheet. Balance sheet അതങ്ങനെ പ്രസന്റ് ചെയ്യും. ഇത് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന കാൽക്കുലേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇപ്പോൾ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് നമ്മൾ ഫോർമാറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആറ്റ് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. അതിൽ നിന്ന് ലെസ് എമൗണ്ട് കെപ്റ്റ് ആസ് റിസർവ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടും. ലെസ് അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ദ കോൺട്രാക്ട് വിൽ ഗെറ്റ് നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ടു ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇനി അത് കഴിഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് വരുമ്പോൾ ടു ദ കോൺട്രാക്ട് അക്കൗണ്ട്, ദാറ്റ് ഇസ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ കോൺട്രാക്ട് അക്കൗണ്ട് പ്രോഫിറ്റ് കെപ്റ്റ് ആസ് റിസർവ്, ബാലൻസ് വിൽ ബി ദ വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ബാലൻസ് ഷീറ്റിൽ ഇത് എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്, ലെസ് എമൗണ്ട് കെപ്റ്റ് ആസ് റിസർവ് value of work in progress, less advance received, net value of work in progress.